കിങ് സൽമാൻ മോസ്കിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. മാലദ്വീപിലെ ഏറ്റവും വലിയൊരു പള്ളിയായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത്. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി. ഇതാണ് ഇവരുടെ ലാംഗ്വേജ്. ആർക്കും എന്തെങ്കിലും വായിക്കാൻ പറ്റുന്നുണ്ടോ? ദിവൈ ലാംഗ്വേജാണ് ഇവിടുത്തെ ലാംഗ്വേജാണ് ദിവൈ. നിറയെ സ്കൂട്ടറായിരുന്നു. അതൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളാണ്. ഞാനിന്ന് രാവിലെ മുതലേ നടക്കാൻ തുടങ്ങിയതാണ്. ചെറിയ ഏരിയയാണ്. ഈ മുഴുവൻ നടന്നു. ചുറ്റുഭാഗത്തും കടലാണ്, കൂടുതലും കടൽ. കുറച്ചും കൂടി ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞാൽ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളും. ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന സ്കൂട്ടറാണ്. കാറും കാര്യങ്ങളൊക്കെ കുറവാണ്. പ്രത്യേകിച്ച് അതെന്ന് വെച്ചാൽ അവർക്കൊരു പാർക്കിംഗ് സൗകര്യം കുറവാണെന്ന് അർത്ഥം. ചെറിയ ചെറിയ ഗല്ലികളും അതിനോടനുസരിച്ച് വീടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് ടാക്സി പോലുള്ളത് കാര്യങ്ങൾ മാത്രമേ ഇവിടെ കാറായിട്ടുള്ളൂ. അപ്പോൾ കൂടുതലും ചെറിയ സ്കൂട്ടറുകളും ആണ് കൂടുതൽ യാത്രയ്ക്ക് ഇവർ ഉപയോഗിക്കുന്നത്. അങ്ങ് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കൂടുതലും സ്കൂട്ടറിലാണ് യാത്ര ചെയ്യുന്നതുണ്ടാവുക. പിന്നെ ഉള്ളത് ഇതുപോലെയുള്ള ബോട്ടും, അടുത്ത ദ്വീപിലേക്ക് പോകാനുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ ആണ് കൂടുതലും കാണുന്നത്. എല്ലാവരും വൈകുന്നേരം ഇവിടെ നേരെ കാണുന്നത് എയർപോർട്ടാണ് കേട്ടോ. അത് കുറേ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞു, പക്ഷേ വീണ്ടും വീണ്ടും കാണുമ്പോഴേ പറഞ്ഞു പോകുന്നതാണ്. ഭയങ്കര വിശാലമായിട്ടുള്ള പള്ളിയാണ്. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ മേൽഭാഗത്താണ് മെയിനായിട്ടുള്ള മസ്ജിദ്. മേലെ ഏറ്റവും ഫസ്റ്റ് ഫ്ലോറിൽ. താഴ്ഭാഗത്ത് ടോയ്ലറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളും. ഒരു പ്രത്യേകത തോന്നി ഈ ഒരു മസ്ജിദ്. അങ്ങനെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു. ഞാൻ നേരെ വെളിയിലേക്ക് ഇറങ്ങി. വെളിയിൽ നിന്നില്ല പള്ളിയുടെ കാഴ്ചയാണിത്. എന്നോട് തൊട്ടടുത്ത് തന്നെ, ഈ പള്ളിയോട് ചേർന്നിട്ട് തന്നെയാണ് ഇതിൻ്റെ ഔക്കാഫിൻ്റെ ഓഫീസുള്ളത്. അത് ഇതിനോട് തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അതും കണ്ടു. പിന്നെ അതിനുശേഷം ഈ ഗാർഡനോട് ചേർന്നിട്ടാണ് ഈ പള്ളിയുള്ളത്. ഇവിടെ നല്ലൊരു ഗാർഡൻ ഉണ്ട്. പക്ഷെ അതെല്ലാ സമയം തുറക്കില്ല. പള്ളിയുടെ ആ ബാങ്കിൻ്റെ സമയം, നിസ്കാരത്തിൻ്റെ സമയത്ത് ഗാർഡൻ ക്ലോസ് ചെയ്യും. ഇത് മാൽഡീവ്സിലെ വിജയ സ്മാരകമായിട്ട് ഉള്ളതാണ്. 1988 നവംബർ 3 അടുത്തുള്ള ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു കൂട്ടം വിമതർ മാലദ്വീപിനെ ആക്രമിച്ചു. മാലദ്വീപിലെ സർക്കാരിനെ അട്ടിമറിച്ച് തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നിരുന്നത്. അതിനെ ശക്തമായിട്ട് മാലദ്വീപുകാർ എതിർത്തു. ആ യുദ്ധത്തിൽ 19 പൗരന്മാർ കൊല്ലപ്പെട്ടു. അത്യന്തികമായി തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ. ഇതിൻ്റെ സ്മാരകക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ കാണുന്ന സ്മാരകം. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എല്ലാം ഈ ഒരു ഗാർഡൻ്റെ അകത്താണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സുൽത്താൻ പാർക്ക് എന്ന് പറഞ്ഞ പാർക്ക് ഇതിനോട് ചേർന്നിട്ടാണ് ഈ സ്മാരകം. അതുപോലെ തന്നെ ഞാനിപ്പോൾ മഗ്‌രിബ് നിസ്കാരത്തിനുണ്ടായിരുന്ന മസ്ജിദുൽ സുൽത്താൻ, ഇതൊക്കെ എല്ലാം അടുത്തടുത്താണ്. ഇതിനോട് അടുത്ത് തന്നെ വേറെ മ്യൂസിയം കൂടിയുണ്ട്. അതിപ്പോൾ ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ പാർക്കൊക്കെ നല്ല വൃത്തിയുണ്ട്. അത് കണ്ടതിന് ശേഷം നേരെ വെളിയിലേക്ക് ഇറങ്ങുകൊണ്ട് ഇവിടെ ഒരു മേളകൾ നടക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ കണ്ണൂർ സിറ്റിയിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഇത് തോന്നിപ്പോയി. വമ്പിച്ച വിലക്കുറവെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്നില്ലേ, വലിയ ബോർഡൊക്കെ വെച്ചിട്ട് ഡിസ്കൗണ്ട് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഒരു സ്കൂളിലാണ്. ഈ സ്കൂളിൻ്റെ അടുത്ത് വെച്ചിട്ട് നടക്കുന്ന കണ്ടു. എനിക്കൊന്ന് പകൽ ക്ലാസ്സും രാത്രി ഇതിനു വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും കച്ചവടക്കാർക്ക് എന്ന് പറഞ്ഞു. കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും ഇന്ത്യയിൽ നിന്ന് വരുന്ന കുറേ ഡ്രസ്സുകളാണ് കൂടുതൽ കണ്ടത്. ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഗൾഫ് ഐറ്റംസ്, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടാനുണ്ട്. എല്ലാം ഗൾഫിലെ എല്ലാ ഐറ്റംസുകളും സാധനങ്ങളൊക്കെ ഫോറിൻ കട പോലെയുള്ള ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് രാത്രി കാഴ്ചകളാണ് ഇന്ന് ശ്രീലങ്കയിൽ മാലദ്വീപിലുള്ള രാത്രി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാണ്. നല്ല വിശപ്പുണ്ട്. ഏതായാലും ഭക്ഷണം കഴിക്കാൻ വേണം. ഇത് കണ്ടില്ലേ, കുറേ ബംഗാളികൾ, വിദേശ തൊഴിലാളികളാണ് കൂടുതലും. ഇന്ത്യക്കാരുണ്ട്, ബംഗ്ലാദേശുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ കൊണ്ടിവിടെ തൊഴിൽ കഴിഞ്ഞ് കൊണ്ട് ഇറക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിലൊരു ഹോസ്പിറ്റലൊക്കെ ഇവിടെയുണ്ട്. അത് ഇന്ത്യക്കാരനായി നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നല്ലേ.
മാലദ്വീപിൻ്റെ ക്യാപിറ്റലായ മാലിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്തുമ്പോഴാണ് ഞാനിവിടെ ഒരു മക്ബറ കാണുകയുണ്ടായി. അലി രാജാവിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഇംഗ്ലീഷിലും കാര്യങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഡീറ്റെയിൽസൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ മക്ബറ കണ്ടു. അതിൻ്റെ അകത്തേക്ക് പോകാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സമയം രാത്രി ആയതുകൊണ്ടാണോ എന്നറിയില്ല. ചുറ്റുഭാഗത്ത് നല്ല ടൈൽസൊക്കെ ഒട്ടിച്ച് നല്ല ഇതാക്കി വെച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അത് കണ്ടു. അതിൻ്റെ ചരിത്രം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു, ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ. അലി രാജാവിൻ്റെ ഖബറാണ്. 1558 ഈ രാജാവ് 2 മാസം 15 ദിവസമാണ് ഇവിടെ ഭരണം നടത്തിയിരുന്നത്. അക്രമകാരികളായ പോർച്ചുഗീസ് സൈന്യത്തോട് പോരാടി രക്തസാക്ഷിയായ ഒരു രാജാവായിരുന്നു ഇദ്ദേഹം. ഹിജ്റ 965 ശഅബാൻ 1 ഈ സംഭവം നടന്നതെന്ന് രേഖപ്പെടുത്തിയിട്ട് കാണുന്നുണ്ട്. ഈ രാജാവ് രക്തസാക്ഷിത്വം വരിച്ചിടത്ത് തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളതും. ഇവിടുത്തെ ഫാർമസിക്കിൻ്റെ പേരുണ്ടല്ലേ, കെമിസ്റ്റ്. നമ്മുടെ നാട്ടിലൊക്കെ ഫാർമസി അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പ് എന്നൊക്കെ ഉണ്ടാവും. എല്ലാ ഷോപ്പിലും ആ ഒരു പേരാണ് കാണുന്നത്. അതൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കടലിൻ്റെ സൈഡിലൂടെ നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറച്ചൊരു വലിയൊരു ബിൽഡിംഗ് കണ്ടു, 2 ഫ്ലാഗൊക്കെ ആയിട്ട്. ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് സംഭവം ഇത് ഈ മാൽദ്വീപ്സിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഓഫീസാണിത്. എനിക്കൊരു ചെറിയൊരു ശങ്കയുണ്ടായി, ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുമോ അങ്ങനെയുണ്ടല്ലോ ചില സ്ഥലങ്ങളൊക്കെ. ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ വേറൊരു ടൂർ ഗൈഡ് വന്നിട്ട് കുറച്ച് ഇംഗ്ലീഷുകാരൊക്കെ ആയിട്ട് വന്നിട്ട് അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ ധൈര്യത്തിലെടുത്തു. ഞാൻ ഒറ്റക്കായതിൻ്റെ പേരിൽ എൻ്റെ ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ വേണ്ടി ഒരാളെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത ദിവസം ഞാൻ വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനിടയിൽ ഒരു പോലീസുകാരൻ വന്ന് എന്നോട് ചോദിച്ചു എന്താണ് ഇവിടെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നതൊക്കെ ചോദിച്ചു. അപ്പോൾ അയാളുടെ ഡ്യൂട്ടി ചെയ്തു. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനിങ്ങനെ ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്, ഇന്ത്യക്കാരനാണ് കാരണപ്പം ഓക്കെ ആന വിട്ടു. അപ്പോൾ കുറേ നേരം നിൽക്കുന്നത് കണ്ടപ്പം അവന് സംശയിച്ച് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് വെറുതെ വിട്ടു എന്ന് പറയാം. അങ്ങനെ പോലീസുകാരോട് സ്ഥലമൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് നീങ്ങി നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ളൊരു ഗല്ലിയാണ്, ഇവിടത്തേക്ക് നടന്നെത്തി. ചെറിയ നല്ലൊരു വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കണം എന്ന് നേരത്തെ പറഞ്ഞു. ഇതൊരു മലയാളീൻ്റെ ചായക്കടയായിരുന്നു. വളരെ നല്ല ചായയും മലയാളിക്കടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച ആണെന്ന് തോന്നുന്നു ഇത് ക്ലോസ് ആയിട്ടുള്ളത്. വെള്ളിയാഴ്ച ഒരു അവധി മൂടാണ്. ഉച്ചയ്ക്ക് ശേഷം കടകളൊക്കെ തുറക്കുന്നതാണ്. കടകൾ അധികം വന്നാണ്, 2 മണിക്ക് ശേഷം മാത്രം കട തുറക്കുന്നത്. നല്ല പൊറോട്ടയും സാമ്പാറും കൂടി കഴിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ഉടനെത്തും. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.